റേഞ്ചസ് വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റൂം ഫ്രഷ്നർ നമ്മൾ വീട്ടിൽ ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്ന റൂം ഫ്രഷ്നർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് എയർ വിക്ക് എന്ന കമ്പനിയുടെ റൂം ഫ്രഷ്നറാണ്. ഇതാണ് എയർ വിക്കിൻ്റെ പാക്കറ്റ്. നമുക്കിവിടെ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് എയർ വിക്കിൻ്റെ. അതിൻ്റെ ഒരു ബോട്ടിൽ എയർ ഫ്രഷ്നറുണ്ട് അതിനകത്ത്, അതോടൊപ്പം അതിൻ്റെ ഡിസ്പെൻസറുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാം. ഈ കവറിന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. എങ്കിലും നമുക്ക് നോക്കാം തുറന്ന് ഇതിൻ്റെ എങ്ങനെയാണ് പരിപാടികൾ. അത് നമുക്കിത് തുറന്ന് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെ ഡിസ്പെൻസറാണിത്. ഇവിടെ ഒരു ലോക്കിൻ്റെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് തുറന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളത്. കൂടാതെ ഈ ഒരു ബോട്ടിൽ ഉണ്ട്, റീഫിൽ പാക്കാണിത്. ഇത് അതിനകത്ത് നമുക്ക് റീഫിൽ ചെയ്യേണ്ടത്. ബാറ്ററി ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കമ്പനി 2 സെല്ല് തന്നിട്ടുണ്ട്. 1.5-ൻ്റെ AA ബാറ്ററി 2 തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ടത് നമുക്കിതിനെ അൺലോക്ക് ചെയ്ത് ഇവിടുന്ന് ഇതിനെ ഇടത്തേക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് കിട്ടും. 2 പീസായിട്ട് വരും. ഓക്കെ, അതിൻ്റെ ടോപ്പിലുള്ള ഭാഗം നമ്മൾ എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഇവിടെയാണ് ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റാണിത്. ഇവിടെ ബാറ്ററി ഇടണം. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്, സമയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സ്വിച്ചാണ് ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബാറ്ററി ഇടേണ്ടതെന്നുള്ളത്. താഴെയും ഒരു ബാറ്ററി, അതിന് മുകളിലൊരു ബാറ്ററി, അങ്ങനെയാണ് ഇത് ഇടേണ്ടത്. നമുക്ക് ബാറ്ററി ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഏറ്റവും അടിയിലെത്തത് പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് വേണം ഇടാൻ. ഒരെണ്ണം ഇട്ടു. വീണ്ടും അടുത്ത ബാറ്ററി നേരെ ഓപ്പോസിറ്റ്, നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ബാറ്ററി അതിന് നേരെ ഓപ്പോസിറ്റാണ് തന്നെ. ഇപ്പോൾ ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്കാണ് നമ്മൾ ഈ ബോട്ടിൽ ഇറക്കി വെക്കേണ്ടത്. ഇതിൻ്റെ അടപ്പിന് ആവശ്യമില്ല, അടപ്പ് ഒരു മാറ്റി. ഇത് നമുക്കിങ്ങനെ മാനുവലായിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് റൂമിൽ. ഇത് വെച്ച് ഓട്ടോമാറ്റിക് ഇതിലൊരു കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഇതാണ് ഇതിനകത്ത് കാണുന്നത്. അത് ബോട്ടിൽ ഇറക്കി അതിൽ ഫിക്സ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് അത് ഫിക്സ് ആയിട്ടിരിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഇത് വെച്ച് ഇനിയും ലോക്ക് ചെയ്യണം. ഈ കാണുന്ന പോർഷനിലാണ് ഇതിൻ്റെ ഈ നോബ് വരേണ്ടത്. അതിലേക്കൂടെയാണ് ഈ സ്പ്രേ പുറത്തേക്ക് വരാനുള്ളത്. അതുകൊണ്ട് കറക്റ്റ് അത് ലെവൽ ചെയ്ത് നമ്മൾ ഇറക്കി വയ്ക്കുക. ഇവിടെ ഒരു ലൈനുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ അത് തിരിച്ചപ്പോൾ തന്നെ ലോക്കായി. അപ്പോൾ നമ്മുടെ നോബ് ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. കറക്റ്റ് പോയിന്റിലാണ് നോബ് വന്നിരിക്കുന്നത്. ഇവിടെ താഴത്തെ ലോക്ക് കറക്റ്റായിട്ടുണ്ട്. ഇവിടെ ലോക്കിൻ്റെ ലോക്കും അൺലോക്കും 2 ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ് ഈ സാധനം. അപ്പോൾ പക്ഷേ ഇതിനുള്ള സ്വിച്ച് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഒരിക്കലും ഇതിൻ്റെ ഈ സ്പ്രേ ചെയ്യുന്ന ഭാഗം നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ചുകൊണ്ട് ഇത് ചെയ്യരുത്. കുറച്ച് അകത്ത് പിടിക്കാതെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് വേണം. ഇവിടെ ഈ സ്വിച്ച് താഴോട്ട് നീക്കിയാൽ മതി. 1, 2, 3 പോയിന്റുകളുണ്ട്. 1, 2, 3. ഒന്നാമത്തെ പോയിന്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് 1 മണിക്കൂറിൽ 1 പ്രാവശ്യം എന്ന കണക്കിലാണ്. രണ്ടാമത്തേത് ഇട്ട് കഴിഞ്ഞാൽ മണിക്കൂറിൽ 2 പ്രാവശ്യം. മൂന്നാമത്തേതിൽ ഇട്ട് കഴിഞ്ഞാൽ മണിക്കൂറിൽ 3 പ്രാവശ്യം ഇത് സ്പ്രേ ആകും. അതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമുക്ക് ഈ പോയിന്റ് 1ലേക്ക് മാറ്റിയിടാം. 1ലേക്ക് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഒരു സ്പ്രേ ഓട്ടോമാറ്റിക്കലി നടക്കും.
ഒരു പ്രാവശ്യം സ്പ്രേ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു മണിക്കൂറിൽ ഒരു പ്രാവശ്യം വീതം സ്പ്രേ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലിന് കമ്പനി പറയുന്നത് 60 ദിവസത്തേക്കെന്നുള്ള ഇത് പറയുന്നുണ്ട് ഇതിനകത്ത്. 60 days, അപ് ടു 60 days എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് ഒരു തവണ വീതം അടിച്ചാലാണോ 2 തവണ വീതം അടിച്ചാലാണോ 3 തവണ വീതം അടിച്ചാലാണോ എന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. എനിവേ നമുക്ക് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. നമുക്കിഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഉള്ളത് നമുക്ക് വാങ്ങിക്കാം, വീടുകൾ ഉപയോഗിക്കാം. അത് പിന്നെ വീട്ടിലെവിടെയെങ്കിലും ഒരു 2 മീറ്റർ ഉയരെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ആണി അടിച്ചിട്ട് ഇത് ആണിയിലേക്ക് കയറ്റിയിട്ട് നമുക്ക് വോളിൽ ഹാങ് ചെയ്ത് വിടാൻ പറ്റും. അതുകൊണ്ട് ഇത് ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ എയർ വിക്കിൻ്റെ എയർ റൂം ഫ്രഷ്നർ. ഓക്കെ, അപ്പോൾ നിങ്ങളാരെങ്കിലും ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. നമുക്ക് വീണ്ടും തിരിച്ച് ഈ ഇതിൻ്റെ ക്യാപ്പ് അടയ്ക്കാനുള്ളിട്ട് ബാറ്ററിയുടെ ഒരു പടം ഈ ലിഡിൽ കാണിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് ബാറ്ററിയുടെ ഭാഗത്ത് അത് ഇട്ടിട്ട് മറു സൈഡിൽ 2 സൈഡിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രൂ ഉണ്ട്. ആ ഗ്രൂവിലേക്ക് ഇറക്കി ഇട്ടിട്ട് പ്രസ് ചെയ്താൽ ഓക്കെ. അപ്പോൾ ഇനി ഓരോ മണിക്കൂറിൽ ഓരോ തവണയും ഇത് അടിച്ചുകൊണ്ടിരിക്കും. അഥവാ ഇനി നമുക്കിതിനി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തുറന്നിട്ട് 1 ഡോട്ട് കാണിച്ചിരിക്കുന്ന അതിലേക്ക് ആ സ്വിച്ച് ഒന്ന് മാറ്റിയിട്ടാൽ മതി. 3 പ്രാവശ്യം വേണമെങ്കിൽ ആ 3 ഇതിലേക്ക് നമ്മൾ മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇനി വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി.